വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ഇമ്പങ്ങളുടെ പർദീസയിലേക്ക് വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ അതെത്ര ഭാഗ്യമാണ്. ആ ഭാഗ്യാവസ്ഥയിലേക്കാണ് താൻ പോയതെന്ന് തന്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ഉത്തമ ബോധ്യമുണ്ട്. പ്രിയ അനുവിന്റെ, അഖിലിന്റെ, അൻസുമോളുടെ അവരുടെ ഉള്ളിൽ ആ ബോധ്യമുണ്ട്. എന്നാൽ വേർപാട് ദുഃഖമാണ്. ഞാൻ ആദ്യം നിങ്ങളോടൊരു വാക്ക് പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-1 യേശു കർത്താവ് പറഞ്ഞത് ഇന്ന് നിങ്ങൾക്കുള്ള വചനമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. 14-18 അനുമോളുടെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഒരു സ്വർഗീയ പിതാവുണ്ട്, നിത്യ പിതാവ്. ആ പിതാവിന്റെ സംരക്ഷണം ഈ കുടുംബത്തിൽ എന്നുമുണ്ട്. താൽക്കാലികമായ ജീവിതം ക്ഷണികമാണ്, എന്നാൽ നിത്യമായൊരു ജീവിതമുണ്ട്. നമുക്കൊരു നിത്യ പിതാവുണ്ട്. ഇവിടെ കൂടെ ഇരിക്കുന്നു നിൽക്കുന്നവർക്കറിയാം അവരുടെ മുഖത്തുള്ള ആ സമാധാനം. അത് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ സമാധാനമാണ്. അത് മനുഷ്യർക്ക് മനസ്സിലാകാത്തതാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം കൊണ്ടാണ് എന്റെ ജ്യേഷ്ഠ സഹോദരി സങ്കേതമായിരിക്കുന്നു. ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ അറിവിലും ചെയ്യുന്നു. കഴിഞ്ഞുപോലെ ദിവസം പോലെയും പോലെയും നീ അവരെ ഒതുക്കിക്കളയുന്നു. അവർ എത്ര ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. പോകാൻ പറ്റത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കഷ്ടതയിലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ചോദിച്ചാൽ, വിശുദ്ധ ബൈബിൾ അലംഘനീയമായി പറഞ്ഞൊരു വാക്കുണ്ട്, കഷ്ടകാലത്ത് ഞാൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ ബലം കിട്ടുന്നത്? കഷ്ടതയുടെ നടുവിൽ നമ്മളെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വർഗത്തിലെ പ്രിയജനമേ, എന്റെ ദേശം സന്തോഷദേശം. ദുഃഖം വേണ്ട പ്രിയജനമേ, വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ